ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കിഴിയിലേക്ക് പോകാം. കിഴി നിറയെ എന്റർടൈൻമെന്റ്സ്. ഓക്കെ, എന്താണ് മത്സരത്തിന്റെ അജണ്ട? ഞാനൊരു പുതിയ പരിപാടി വരട്ടെ. നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയിട്ട് താരങ്ങൾ അന്യഭാഷയിൽ പോയി അഭിനയിച്ച സിനിമകൾ കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ, ഇതിലൊക്കെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് അറിയണമല്ലോ. പിന്നെ നോക്കാം. ഓക്കെ, വൗ, അടുത്ത തുടങ്ങട്ടുമാ. തുടങ്ങിക്കോ, കത്തി കൊള്ളാം. ആ പെട്ടപ്പിക്കലൊക്കെ സൂപ്പറായിരുന്നു. എനിക്കുള്ള പണിയാണല്ലോ. സിനിമയുടെ ഒരു ലൊക്കേഷൻ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഷാജി നടുവിലാണിത് കേട്ടോ. അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട് കേട്ടോ ഇതിന്റെ. അതായത് 360 റിഗ് 9 ക്യാമറയിലാണ് ഇതിന്റെ സിംഗിൾ ഷോട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് മലയാളത്തിൽ ആദ്യമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനത്തെ ക്യാമറയിൽ ചെയ്യുന്നത്. ഓക്കെ, മ്യൂസിക് കണ്ടട്ടെ. ഫുൾ കെട്ടിപ്പൊട്ടി ഉള്ളിലാട്ടോ. ആരും കാണരുത്. സേഫ് കളിയാണ്. ആരും കണ്ടിട്ടില്ല. ആരും കാണരുത് എന്ന് കരുതിയിട്ടാണ് ഇത്രയും വലിയ വീഡിയോ ഒക്കെ അല്ല ഇത്രയും വലിയ അതിലൊക്കെ മറച്ചു വെച്ചത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വീഡിയോ പുറത്തിട്ടുള്ളത് അതിനകത്തുള്ളത് എങ്ങനെയുണ്ട്? അടിപൊളി. ഇതാണ് രസാനം. ഓ, കൊള്ളാം കൊള്ളാം കൊള്ളാം. അത് 360 ഡിഗ്രിയില് ക്യാമറ. അതൊരിതുള്ളേ. നല്ല രീതിയിൽ വരട്ടെ. എന്തായാലും സൂപ്പർ ആവട്ടെ. നമുക്ക് ലാലേട്ടനും ജോയിൻ ചെയ്യാൻ ഉണ്ട് അടുത്ത ഷെഡ്യൂളിൽ. അത് ശ്രീലങ്കയിൽ വെച്ചിട്ടാണെന്നുള്ളതൊക്കെ കേൾക്കുന്നത്. 5 ദിവസത്തെ ഷൂട്ട്. ഓക്കെ, കത്തിക്ക്. ഓ, ത്രിവിക്രം അനിരുദ്ധ് ഇവർ തമ്മിലുള്ള ബന്ധം ഭയങ്കരമായിട്ട് അവിഹിത ബന്ധത്തിലേക്ക് കിടക്കുന്നതാണ് ഇവർ. അതായത് തമന വിട്ടിട്ട് ത്രിവിക്രം കുറച്ച് കൂടുതലായിട്ട് അനിരുദ്ധിനെ സമീപിക്കുന്നു. അത് കൊള്ളാം, നൈസാണ്. എപ്പോഴും ഒരാളെ തന്നെ അങ്ങനെ വെച്ചോണ്ടിരിക്കുക. മ്യൂസിക് വേറൊരു ഒരു മ്യൂസിക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരർത്ഥം വരും. മൊത്തത്തില് പറഞ്ഞു പോയി. വർണ്ണങ്ങൾ കൊണ്ട് എന്തോ ആകാശം പണിയുന്നത് പോലെ ഫീൽ. കണ്ണപ്പ സിനിമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നതാണ്. തള്ളു തുടങ്ങിയിട്ടുണ്ട്. ബാഹുബലിനെ ഡോമിനേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ട് തെലുങ്ക് സിനിമയിലെ തന്നെ ഒരു പുതിയ നിലവാരത്തിലേക്ക് എത്തിക്കും. ഇത് സത്യമാണ്. വിഷ്ണു മഞ്ജു പറഞ്ഞ സത്യ. നീ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഏഷ്യനെറ്റില് ബാഹുബലിന്റെ ഒരു ബാഹുമേസ്തിരി? അതിനെ ഡോമിനേറ്റ് ചെയ്യും. അല്ലാതെ ബാഹുബലിനെ ഡോമിനേറ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ട്. ഇത് ഇതുവരെ കണ്ടിട്ട് അതിന്റെ കാൽഭാഗം എത്താനുള്ള സാധനമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് നിങ്ങൾ സിനിമ ഒന്നും കണ്ടിട്ടില്ലല്ലോ, അതിന് മുൻപ് ഇങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ലാന്ന്. ഇതിന്റെ ട്രailer ടീസർ ഇത് വന്നിരിക്കുന്നതിൽ ഒരുപാട് സോങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടാൽ തന്നെ ധാരാളം. ബാഹുബലിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ശിവലിംഗം നിറയ്ക്കാൻ വെള്ളം കുടിച്ചിട്ട് പോയിട്ട് തുപ്പിയിട്ട് നനയ്ക്കുന്നു. അടുത്തത് സിനിമയുടെ ഡ്യൂറേഷൻ, അതായത് ഇതുവരെ ഇതിന്റെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം 4 മണിക്കൂറുണ്ട് എന്നുള്ളതാണ് കേട്ടത്. ലാലേട്ടന്റെയും ദിലീപിന്റെ ഒക്കെ പോർഷൻസ് ഇനിയും ചെയ്യാനുണ്ട്, അതായത് കൂടെ ഉള്ളത്. അതൊരു 20 മിനിറ്റോളം ഉണ്ടെന്നാണ് അതിന്റെ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4:20 അത് 20 ഉള്ളെങ്കിൽ അപ്പൊ എന്തായാലും ഒരു കാര്യങ്ങൾ ചെയ്ത് വെക്കണ്ടേ? 4:45 വരും അല്ലേ? ഓക്കെ, അതിന് വെട്ടിക്കൂട്ടി 3 മണിക്കൂറിന്റെ ഉള്ളിലേക്ക് ആക്കണം. എത്രയല്ലേ? പാട്ടം എന്താണെങ്കിലും ഒരു മുതലാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോ. അടുത്തത് NTR ത്രിവിക്രം മൂവി. സിനിമ ഒരു മിത്തോളജിക്കൽ മൂവി ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് സുബ്രഹ്മണ്യ സ്വാമി ആളുടെ സ്റ്റോറിയാണ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത് എന്നാണ് കേൾക്കുന്നത്. ആള് എന്താ ഗോഡ് ഓഫ് വാർ എന്നാണ് അറിയപ്പെടുന്നത്.
ആളുടെ സ്റ്റോറിയാണ് സിനിമയാക്കാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. ഓക്കെ, മിത്തോളജിക്കൽ പരിപാടി പൊളിക്കട്ടെ. അടുത്തത് ജനനായകൻ. ഒന്നേ കേട്ടോ. ഏതോ ജനനായകൻ അതിനകത്ത് അമിതാഭ് ബച്ചൻ ഉണ്ടല്ലോ അല്ലേ? ശരിയാണോ? ജനനായകൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റിന്റെ നമ്മുടെ പൃഥ്വിരാജോ ദളപതി വിജയ് ചെയ്യുന്ന ക്യാരക്ടർ, അതായത് പോലീസ് വേഷം ചെയ്യുന്നുണ്ടല്ലോ, ആ ക്യാരക്ടർ റിയൽ ബേസ് ചെയ്തിട്ടുള്ള ഏതൊരു പോലീസുകാരൻ്റെ സ്റ്റോറിയാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആ പോയിലാണ് പൃഥ്വിരാജ് കയറി വന്നത്. പോലീസിന്റെ പോയിലാണ് പൃഥ്വിരാജ് വന്നത്. പോലീസിന്റെ പീല്. ഓക്കെ, ഞാൻ പിന്നെ പോയാക്കിന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ഒക്കെ പോയി. YRF സ്പൈ യൂണിവേഴ്സ്. സ്കൈ അല്ല, കറക്റ്റാ. തുടക്കത്തിൽ സ്കൈ മഴവില്ലുകൾ കൊണ്ട് പിന്നെ ഏറുവാണല്ലോ മൊത്തം. സിനിമയുടെ തുടക്കത്തില് മഴവില്ല് കയറി അടിച്ചിട്ടുണ്ട് ആകാശത്ത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സിനിമയുടെ സ്ക്രിപ്റ്റ് തൃപ്തിയില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് ഇറങ്ങി കഴിഞ്ഞത് കണ്ടപ്പോഴേ തൃപ്തി പോയത്. ആ സാധനമാണ് ഞാൻ സ്കൈ എന്ന് ഉദ്ദേശിച്ചത്. ഇറങ്ങി ഇനി അഥവാ അത് ചെയ്താലും സ്കൈയിലേക്ക്. എന്താണെങ്കിലും പത്താനും ടൈഗറും ഉപേക്ഷിച്ചു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഇനി വരാനുള്ളത് വാർ 2 പിന്നെ ആൽഫയും. ഇത് രണ്ടും ഉണ്ടാവുള്ളൂ എന്നാണ് സ്പൈ യൂണിവേഴ്സിൽ. ബാക്കിയുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തു. ആകാശത്തേക്ക് പറക്കാൻ വയ്യാന്ന് പോട്ട്. ഓക്കെ, അടുത്ത കിഴി. ഐ ആം ഗെയിം സിനിമയുടെ ഹൈദരാബാദ് ഷെഡ്യൂൾ തുടങ്ങിയിട്ടുണ്ട്. ദുൽഖർ സൽമാൻ അടുത്ത ഷെഡ്യൂളിലെ ജോയിൻ ചെയ്യുള്ളൂ. ഓക്കെ. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? പെപ്പയുണ്ട്. പെപ്പുണ്ട്. കയാദു ലോഹർ. പിന്നെ വേറെന്താ പ്രത്യേകത? വേറൊന്നുമില്ല. മിസ്കിൻ. ഓക്കെ, പോട്ടെ. അടുത്തത് സ്വദേശ്. അടിപൊളി. സ്വദേശ് സിനിമയെ കുറിച്ച് ആമിർ ഖാൻ പറഞ്ഞിരിക്കുന്നത്, ഇത് രഹസ്യമായിട്ട് പറഞ്ഞതാണ്. വീണ്ടും ഷാറുഖ് ഖാനും ആമിർ ഖാനും തമ്മിൽ തല്ലും. ഇയാള് മറ്റേ ഈ അവസ്ഥയായി പോയല്ലോ. രഹസ്യമായിട്ടാണോ ഒരു ചാനലിന് മുന്നിൽ വന്നിരുന്നത് പറയുന്നത്? അതാണ് രഹസ്യം. അത് വേറെ ഏതെങ്കിലുമൊക്കെ 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ പറഞ്ഞാൽ പോലും അതൊന്നും ഷാറുഖ് ഖാൻ അറിയാൻ പോകുന്നില്ല. പക്ഷെ കിഴിയിൽ നമ്മൾ ചർച്ച ചെയ്താൽ ഷാറുഖ് ഖാൻ അറിയും. അയ്യോ, അതൊരു സത്യം. ആമിർ ഖാൻ വിളിച്ച് നീ അങ്ങനെ പറഞ്ഞു. നമ്മുടെ സ്ഥിരം വ്യൂവറാണ് SRK. SRKക്ക് ഭയങ്കര ക്ഷീണം ചെയ്യുന്നൊരു കാര്യമാണ്. ഷൺമുഖൻ രാഘവൻ, പിന്നെ കേശവൻ. കൃഷ്ണനോ? രണ്ടും കൃഷ്ണൻ. എന്താണെങ്കിലും ആള് പറഞ്ഞിരിക്കുന്നത് ഭയങ്കരമായിട്ട് ബോറിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു സ്വദേശം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തെറ്റും. അപ്പൊ അപ്പുറത്തുനിന്ന് ഷാറുഖ് ഖാൻ, ഞാനും കുറെ നിന്റെ ബോറ് സിനിമകൾ കണ്ടിട്ടുണ്ട്. സ്വദേശം നിന്റെ എല്ലാ സിനിമയും ബോറടിയാണ്. 3 Idiots പോലും ഞാൻ ബോറടിച്ച ചത്തിട്ടുണ്ട്. അയ്യോ, അല്ലെങ്കിൽ അവർ ഭയങ്കര കോമിയാണ്. പിന്നെ അതൊക്കെ ഒന്നായി നല്ല രീതിയിൽ വന്നതാ ലാസ്റ്റിലേക്ക്. ഓക്കെ, അടുത്ത കിഴി ദിലീഷ് പോത്തൻ നെക്സ്റ്റ് മൂവി. അടുത്ത വർഷത്തിനുള്ളിലായിട്ട് സിനിമ ചെയ്യാൻ പോവാണ്. ആള് സംവിധാനം ചെയ്യാൻ പോവാണ്. ശ്യാം പുഷ്കർ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുക്കുമെന്നുള്ളതാണ് ദിലീഷ് പോത്തൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് സാധാരണ ഇതിന് മുൻപ് ചെയ്തിരിക്കുന്ന സിനിമകളുണ്ടല്ലോ അതിനേക്കാൾ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് കൂടുതലുള്ള സിനിമയായിരിക്കും. ഗംഭീരമാവട്ടെ. എല്ലാവിധ ആശംസകളും. അടുത്തത് അവരുടെ സാർക്കേമാരൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ. പിന്നെ ഇത് ഇന്ത്യ ഹൗസ് സിനിമയുടെ സെറ്റിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ അസിസ്റ്റന്റ് ക്യാമറമാന് അത്യാവശ്യം തരക്കേടില്ലാത്ത പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അതായത് ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പൊട്ടി. അതായത് ശരിക്കും ഫ്ലഡ് പോലെ നല്ല വെള്ളം ഉണ്ടാവുകയെ. പിന്നെ തീർച്ചയായിട്ടും അതിന്റെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. അത് കടലിന്റെ സീനാണെന്നാണ് കേട്ടത്. അപ്പം നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും പെട്ടെന്ന് സുഖമാകട്ടെ. ഇതിന്റെ ഈ സിനിമയുടെ ഡയറക്ടർ റാം വംശി കൃഷ്ണ. നമ്മുടെ അടുത്ത ഡയറക്ടർ RV എത്തിയിട്ടില്ല. SRK ആവൂല. ഓക്കെ, അടുത്തത്
വേട്രിമാരൻ STR മൂവി. ഓക്കെ. സിനിമയുടെ ഷൂട്ട് 16-ാം തീയതി തുടങ്ങും. ജൂലൈ 14. ജൂലൈ 14. ഓക്കെ. അപ്പോൾ ജൂലൈ 16-നാണ്. ജൂലൈ 14 ഇപ്പം 16 തോന്നുന്നു. അത് നമുക്ക് ഒന്ന് കൺഫേം ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 16 ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും നോക്കാം. എന്താ കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരുന്നോ? ഞാൻ നോക്കട്ടെ ജസ്റ്റ് നോക്കാലോ. ഇത്ര നേരം പറഞ്ഞതൊന്നും നിനക്ക് മതിയായില്ലേ? സർക്കാരിന് എന്തെങ്കിലും കുറ്റം പറയണ്ട. ആമിർഖാനല്ലേ നമ്മളെ ചെറുക്കനെ തോണ്ടിയേ? ആമിർഖാൻ നമ്മുടെ ചെറുക്കൻ തന്നെയാണ്. പക്ഷെ തോണ്ടുന്നത് നമുക്ക് ഇഷ്ടമല്ല. പറ എന്തെങ്കിലും പറ. തോണ്ടിയാ നീ എന്ത് ചെയ്യൂടാ? നീ സ്വദേശി കണ്ടിട്ടുണ്ടോടാ? കണ്ടിട്ടുണ്ടോ? സ്വദേശി എന്താന്ന് അറിയോടാ? അറിയോ? എന്നിട്ട് നീ സ്വദേശി നിനക്ക് ബോറടി ആകുന്നു അല്ലേ? 3 Idiots കണ്ടിട്ട്, ഹലോ, 3 Idiots കണ്ടിട്ട് ഞാൻ പല തവണ ഛർദിച്ചിട്ടുണ്ട്. അവസാനം അറിയാണ്ട് പറഞ്ഞു നിന്റെ പത്താനൊക്കെ എന്തൊരു ബോറ് പടാണ് അത്. എടാ, നീ വിളിച്ചിട്ട് എത്ര സിനിമകൾ ഞാൻ ഒഴിവാക്കിട്ടാ നിന്റെ കൂടെ ബോറടിച്ച് സിനിമ ചെയ്യണ്ടെന്ന് കരുതിയിട്ട്. എന്തായിരിക്കും അവര് തമ്മിലുള്ള മറ്റേ കോൺവെർസേഷൻ എന്ത് രസമായിരിക്കും. പുല്ലേ റാസ്കലേ, നീ എന്റെ സിനിമ കിട്ടിയോ? കിട്ടുന്നില്ല കേട്ടോ. വിടാൻ പറ്റില്ല. വിടൂല റാസ്കലേ. എവിടെ ജൂലൈ 14 ഒരു മന്തി മേടിച്ചു തരണം കേട്ടോ. ഓക്കെടാ. 16 ഒരു നാരങ്ങോളം മേടിച്ചു തരും. എങ്ങനെയുണ്ട്? ഇത് നീതിയാണോ? നിങ്ങൾ പറ. ജൂലൈ 16. അപ്പൊ നാരങ്ങോളം കണ്ടോ? എങ്ങനെയുണ്ട്? പിന്നെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ? നാരങ്ങോളം. അപ്പൊ എന്താണെങ്കിലും ഏത് കൊക്കാടാ നാരങ്ങളെ കുടിക്കുന്നത്? ഞങ്ങൾ കുപ്പിയിൽ വെച്ച് കൊടുക്കും കൊക്കിന് കുടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. ബൈ.